ഇറാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ വിന്യസിച്ച അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ പുതുതലമുറ ഇലക്ട്രോണിക്സ് യുദ്ധവിമാനം യൂറോപ്പിലെ എയർബേസിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പടയൊരുക്കം ഇറാനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ. നേരത്തെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ USS എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ കൂറ്റൻ പടക്കപ്പൽ അത് ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചിരുന്നു. ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കനിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇതുകൂടാതെ തന്നെ ഖത്തറിലെയും ജോർദാനിലെയും തങ്ങളുടെ എയർബേസുകളിലേക്ക് F-15 അടക്കമുള്ള കൂടുതൽ യുദ്ധവിമാനങ്ങളെയും അമേരിക്ക സജ്ജീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ചടുലമായ നീക്കം ഇറാനെ അല്പമൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു യുദ്ധം, അതാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇറാനാകട്ടെ ചൈനയുടെയും റഷ്യയുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ചില പ്രതിരോധ മാർഗങ്ങൾ കൂടി ഇപ്പോൾ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ നോൺ കൈനറ്റിക് ആയുധങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പുതുതലമുറ ഇലക്ട്രോണിക്സ് യുദ്ധവിമാനമായ EA-37B കോമ്പസ് വിമാനം. ആ കോമ്പസ് വിമാനമാണ് ഇപ്പോൾ യൂറോപ്പിലെ അമേരിക്കയുടെ എയർബേസിലേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ യൂറോപ്പിലെ എയർബേസിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് എത്താനും ഇറാന്റെ ആകാശത്തിലെത്തി ഇറാനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്താനും കഴിവുള്ളതാണ് ഈ പുതുതലമുറ ഇലക്ട്രോണിക്സ് യുദ്ധവിമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും ഒരു യുദ്ധത്തിന് തന്നെയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസം 28-നാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷം ആരംഭിക്കുന്നത്. വിലക്കയറ്റവും കറൻസിയുടെ വിലയിടിവും കൊണ്ട് പൊറുതിമുട്ടിയ ഇറാനിലെ ജനത ആരംഭിച്ച വലിയ പ്രക്ഷോഭം അത് പിന്നീട് കലാപമായി വഴിമാറുകയായിരുന്നു. ഈ കലാപത്തെ അടിച്ചമർത്താനാണ് ഇറാനിലെ ഭരണകൂടം ശ്രമിച്ചത്. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാന്റെ സൈന്യം ഈ പ്രക്ഷോഭത്തിന് നേരെ വലിയ തോതിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. 10,000-കണക്കിന് ആളുകളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10,000-കണക്കിന് ആളുകളെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കൊന്നൊടുക്കിയത്. എന്നാൽ ഈ ആക്രമണത്തെ അപലപിക്കാനോ അല്ലെങ്കിൽ ഇത് നിർത്തണമെന്നാവശ്യപ്പെടാനോ ഒരു അറബ് രാജ്യങ്ങളോ ഒരു ഇസ്ലാമിക രാജ്യങ്ങളോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഈ ആഭ്യന്തര സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക എടുത്തത് ഏറ്റവും ചടുലമായ ചില നിലപാടുകളായിരുന്നു, ചില തീരുമാനങ്ങളായിരുന്നു. ആഭ്യന്തര സംഘർഷത്തിൽ സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു അമേരിക്ക എടുത്ത ഏറ്റവും നിർണായകമായ നിലപാട്. ഈ ആക്രമണം ഒഴിവാക്കണമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഈ കൊലപാതകം, ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഇറാൻ ഭരണകൂടത്തിന് അമേരിക്ക അന്ത്യശാസനം നൽകി. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമേനിക്ക് നേരിട്ട് നൽകിയ മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ട്രംപിന്റെ മുന്നറിയിപ്പിൽ ഇനിയും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമേനിക്ക് നേരെയായിരിക്കും അടുത്ത ആക്രമണമെന്ന് വരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ചെവിക്കൊള്ളാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ആയത്തുള്ള അലി ഖമേനി സ്വീകരിച്ചത്. ഇസ്രായേലിൻ്റെ ചാരന്മാരും അമേരിക്കയുടെ ചാരന്മാരുമാണ് ഇറാനുള്ളിൽ ആഭ്യന്തര സംഘർഷം മൂർച്ഛിക്കാൻ കാരണമെന്നും ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഈ രണ്ട് രാജ്യങ്ങളിലെയും ചാരന്മാരാണെന്നുമാണ് ആയത്തുള്ള അലി ഖമേനി കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നതായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനെതിരെ ഉണ്ടായാൽ ഇസ്രായേലിനെയും അമേരിക്കയും ഉടനടി ആക്രമിക്കുമെന്നും ആയത്തുള്ള അലി ഖമേനി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.
എന്നാൽ അതിനുശേഷം അമേരിക്ക ആക്രമണത്തിൽ നിന്ന് അല്പം പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ എയർബേസുകളിലേക്ക് യുദ്ധവിമാനം എത്തിക്കുകയും പിന്നീട് ആ യുദ്ധവിമാനങ്ങളോടും എയർഫോഴ്സിനോടും ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത ശേഷം ആ യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങിയതിനു ശേഷം ഏറ്റവും അവസാന നിമിഷം ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശം തൻ്റെ സൈന്യത്തിന് നൽകിയെന്നുള്ള വാർത്തകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറാൻ അമേരിക്ക തീരുമാനിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ ഈ നീക്കം അത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്ക പരത്തുന്നുണ്ട്. ഇപ്പോഴും യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അമേരിക്കയുടെ ഏറ്റവും ശക്തിയേറിയ B-2 ബോംബറുകളടക്കം തങ്ങളുടെ യുദ്ധരംഗത്ത് അമേരിക്ക പൂർണ്ണ സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്.